സംഘപരിവാർ ചാനലായ മാതൃഭൂമിയുടെ ഒരു കുരുട്ട് ബുദ്ധി കാണണേ. ഈ കാർഡ് ഇന്നിപ്പോൾ അവരുടെ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. പെട്ടെന്ന് കാണുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അത് അങ്ങോട്ട് സുഖിക്കും. പക്ഷേ അതിൻ്റെ ഇടയിലൂടെ ഒളിച്ചു കിടത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് അവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. എന്താണെന്നല്ലേ, ഈ വാചകം എന്താണ്? സുരേഷ് ഗോപിയുടെയും പിണറായി വിജയൻ്റെയും ചിത്രങ്ങൾ വെച്ചിട്ട് നല്ല വ്യക്തികൾ നമുക്കിടയിലുണ്ട്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സുരേഷ് ഗോപി. പിണറായിയെ സുരേഷ് ഗോപി പുകഴ്ത്തി പറയുകയല്ലേ ചെയ്തത്? നല്ല കാര്യമല്ലേ എന്നൊരാംഗിളിൽ സാധാരണക്കാർ ചിന്തിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട്. എന്താണെന്നല്ലേ, കേരളത്തിൽ ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ തന്ത്രമാണിത്. അതായത് CPM RSS ബന്ധം എന്ന് വരുത്താനായിട്ട് പുറമേ നല്ല ഭംഗിവാക്കുകളാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന വിഷം സാധാരണക്കാരായ മനുഷ്യർക്ക് കാണാനോ ചിലപ്പോൾ വായിച്ചെടുക്കാനോ കഴിയില്ല. ഇത് നിലമ്പൂരിൽ പോയി വർക്ക് ചെയ്യേണ്ടത് കണ്ടില്ലേ? അവർ പരസ്പര ധാരണയുള്ളവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറയുകയാണ്. കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും മാതൃഭൂമിയുടെ കാർഡ് വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ആയുധമാണ്. അവിടെയാണ് നിങ്ങൾ ഈ തന്ത്രം മനസ്സിലാക്കേണ്ടത്. ഇത്രയും ദിവസം എവിടെയെങ്കിലും